ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നാണ് ഷിയോയുടെ സ്കൂളത്തെ അതായത് ശബരി സെൻട്രൽ സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ. അപ്പോൾ അതിന് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. കഴിഞ്ഞ തവണ അങ്ങനെ ഡാൻസിന് പോയി വന്ന് അങ്ങനെ ഊരി വെച്ചതാണ് കേട്ടോ ഈ വള. അപ്പോൾ ഇപ്രാവശ്യം ഡാൻസിന് ഇതന്നെ ഇടാൻ വിചാരിച്ചിട്ട് വേറെ പുതിയത് വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ്. പാറുവിൻ്റെ വള ഉണ്ടായിൽ കൂടെ, അപ്പോൾ ശിവയുടെ വള തിരഞ്ഞെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു 3-3:30 എത്തിക്കാനാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ. അപ്പോൾ 5:30 ആവും പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ. കുട്ടികളെ 3-3:30 ആകുമ്പോഴേക്ക് എത്തിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശിവേനെ റെഡിയാക്കുകയാണ്. അവൾക്ക് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഒരുപാട് ദിവസമായി ഇങ്ങനെ കാത്തിരിക്കണു ആനുവൽ ഡേ വരാൻ വേണ്ടി. ഉള്ളൂല്ലേ ഇത് വാക്കൊക്കെട്ടായിരുന്നോ? ആയിട്ടുണ്ടോ? അങ്ങനെ എന്താ ശിവേനെ രാജേട്ടൻ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ്. ടാറ്റാ. ഞാനും പാറും കൂടി ഇത് ഇറങ്ങുകയാണ്. 5:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ തുടങ്ങുമ്പോഴേക്കും എന്തായാലും ഒരു 3/4 മണിക്കൂർ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തേക്ക് എത്തിച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിന് പോവുക കേട്ടോ. ഇനി ബസ്സിന് പോയിട്ട് അവിടുന്ന് ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് ഓട്ടോ വിളിക്കേണ്ടി വരും. രാജേട്ടൻ കടയിൽ നിന്ന് അങ്ങനെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് വൈകും. ഞങ്ങൾക്ക് ഡാൻസ് കാണാൻ പറ്റിയില്ലെങ്കിൽ വെച്ചിട്ട് നേരത്തെ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പാറുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ഇവർ. അപ്പോൾ 9 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് കേട്ടോ ഇവർ. ഇപ്പോൾ പുതിയ സ്കൂളിലാണ്, പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടി. എന്നാലും പഴയ ഫ്രണ്ട്സിനെ മറക്കാൻ പാടില്ലല്ലോ. പാറുവിൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. ഞാൻ അടുത്തേക്ക് വരട്ടെ. ആ, ബാക്കിയുള്ളവരോ വരുമോ? വരുന്നുണ്ടാവൂല്ലേ? ശിവ, ആ മുഖത്ത് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല അല്ലേ? ശിവ, മുഖത്ത് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? എവിടെ കൃഷ്ണൻകുട്ടി എവിടെ? കൃഷ്ണനെ കാണാനല്ല. എന്നാൽ രാധമാരൊക്കെ പോയിട്ടൊന്ന് കൃഷ്ണനെ തെരഞ്ഞിട്ട് വരൂ. എന്താ സ്വകാര്യം? അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ കൾച്ചർ മീറ്റിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട് ഡ്രസ്സും കാര്യങ്ങളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ആനുവൽ ഡേക്ക് ഗസ്റ്റായിട്ട് വന്നത് ജംഷീദ് മഞ്ചേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ 2-3 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം നമ്മൾ വീണ്ടും കുട്ടികളെ അടുത്തേക്കൊന്ന് പോയി നോക്കിയത് എന്തായി, അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ശിവയുടെ ഡാൻസ് തുടങ്ങാൻ കുറച്ചും കൂടി വേഗമെന്ന് പറഞ്ഞപ്പോൾ രാജേട്ടൻ കടയിൽ നിന്ന് അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാജേട്ടൻ ചോദിച്ചു ചായ കുടിക്കണമെന്ന്. അപ്പോൾ ഞാനത് കേട്ടത് മോടിപ്പോയി ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് വന്നപ്പോഴേക്കും ഇതാ കുട്ടികളുടെ ഡാൻസ് തുടങ്ങാറായിട്ടോ. അപ്പോൾ നമുക്ക് കാണാം. എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ. രാധാമാധവത്തിൽ നിന്നുള്ള ആ പാട്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റിൻ്റെ പേടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ സൗണ്ട് കേൾപ്പിക്കാത്ത. അങ്ങനെ എല്ലാ കുട്ടികളും അവരുടെ കഴിവിനനുസരിച്ച് നന്നായിട്ട് കളിച്ചു. പിന്നെ ഈ ആനുവൽ ഡേ വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളും അങ്ങനെ തന്നെ അല്ലായിരുന്നു. സ്കൂളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കില്ലേ, അത് ആ ദിവസം ആയിക്കിട്ടെ, അതുപോലെ കാത്തിരിക്കുകയായിരുന്നു ശിവ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അയ്യോ അത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കും. ആ ദിവസം കണ്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി എത്രാം തീയതിയാണ് എന്നിങ്ങനെ ചോദിച്ചിരിക്കണം.
പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളുടെ ഡാൻസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി 2-3 ഡാൻസും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോഴേക്കന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടാളും പറയുന്നുണ്ടായിരുന്നു കുറച്ചും കൂടി നേരം ഇരിക്കുക, ആ പ്രോഗ്രാം കഴിയുന്നവരെ ഇരിക്കുക എന്നൊക്കെ. അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പാറുതാ കുട്ടിയുടെ മുഖമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്, മേക്കപ്പ് കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നോക്കട്ടെ ശിവ. അപ്പോൾ പോയിരുന്നു അല്ലേ, ഈ മുഖം കഴുകിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ.